രാവിലെ കിച്ചണിൽ കയറി ഓടുന്ന ഓട്ടം റോഡുമ്മ ഇറങ്ങി നേരെ ഓടിയെങ്കിൽ എവിടെയെങ്കിലും എത്തിപ്പോയിന്ന് പണ്ട് ഉമ്മമാർ പറയുന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മാത്രം തെറ്റാണ്. ഞാൻ ശരിക്കും തലേന്ന് തന്നെ നാളത്തെ ലഞ്ച് ബോക്സിൻ്റെ കറി പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇന്നലത്തെ എൻ്റെ ഒടുക്കത്തെ മടി കാരണം ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റ് കറി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, ഫുൾ സെറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ എണീക്കാൻ തന്നെ ലേറ്റായി. അപ്പോൾ പിന്നെ കറി ക്യാൻസൽ. ഇന്ന് ചോറും ചീരവറവും ചിക്കൻ ഫ്രൈയും ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം 4 പേർക്കാണ് ഈ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. 4 പേരെന്ന് പറയുമ്പോൾ നമ്മൾ 4 പേര് ഒരുമിച്ചാണ് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. 2 ആൾ പേർ വീതം. അപ്പോൾ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഉണ്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ 4 പേർക്കുള്ള ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. അവരുണ്ടാക്കുമ്പോൾ അവരും 4 പേർക്കുള്ള ലഞ്ച് ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അപ്പോഴേ ഞാൻ 7:30ക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ലഞ്ചും പ്രിപ്പയർ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്യണം, രണ്ടും നടക്കില്ലല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും അവരവരെ ഉണ്ടാക്കിക്കോന്നാണ് പറയാറ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പോലും ആഷിഖിൻ്റെ പോലും ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം എന്താ, എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30ക്ക്, ഹസ്ബൻഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 o'clock. അപ്പോൾ ലോജിക്കലി നോക്കുമ്പോൾ ഇതൊക്കെ ആരുണ്ടാക്കി തരണം? അപ്പോൾ അങ്ങനെയുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇനി അഥവാ എനിക്ക് നേരത്തെ എണീറ്റ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആൾക്കും കൂടി ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്നെയും കാത്തിരിക്കേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയും. അപ്പോൾ ഇത് പലരും നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ പലരും സ്ത്രീകൾ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി തലയിൽ ഏറ്റെടുത്ത് വീട്ടിലെ വർക്കും അല്ലാത്ത വർക്കും എല്ലാം കൂടി എക്സ്ഹോസ്റ്റ് ആവുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ഉപദേശം അല്ല, ഒരു 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 എന്താ പറയുക, ഒരു പോയിൻ്റ്, അത്ര മതി. ഉപദേശമല്ല, പോയിൻ്റ് എന്ന് വിചാരിക്കട്ടോ. അപ്പം ഞാൻ ചോറ് റെഡിയായി. പിന്നെ പാളിപ്പോയത് ഈ ചിക്കൻ്റെ കേസിലാണ് കേട്ടോ. ചിക്കൻ വാങ്ങുമ്പോൾ സാധാരണ സ്കിന്നില്ലാത്തത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം അതും കൂടി കളഞ്ഞ് ടൈം നമുക്ക് വളരെ വിലപ്പെട്ടതാണല്ലോ. പക്ഷേ ഇന്നലെ രാത്രി ആഷിക്ക് കൊണ്ടുവന്ന് തന്നെ സ്കിന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത് കളയാനുള്ള ടൈമും വേണം. അപ്പോൾ പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകിയിട്ട് ഇതിലേക്ക് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അതിനെ മിക്സ് ചെയ്ത് ഇതിനി ഓയിൽ ഫ്രൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത്. പക്ഷേ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ചീനച്ചട്ടി എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് അതിൽ ഒരു ഡ്രോപ്പ് എണ്ണ പോലും ഇല്ലാണ്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നേ ചിക്കൻ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവൻ്റെ അടുത്ത് നിന്ന് ഇനി നെക്സ്റ്റ് ടൈം പഠിച്ച് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്രാവശ്യം നല്ല വെയിറ്റുള്ള ചിക്കനാണ്. നമ്മൾ സാധാരണ 1 kg ഒക്കെയാണ് വാങ്ങാറ്, പക്ഷേ ഇത് നല്ല തടിച്ച കാലകണ്ട. അപ്പോൾ വിത്തൗട്ട് ഓയിൽ എങ്ങനെ ഫ്രൈ ചെയ്യണം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഈ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ആകാൻ കുറേ ടൈം എടുത്ത്, ഇത് ഫ്രൈ ആവാൻ തന്നെ നല്ല ടൈം എടുത്ത്. പാവം കുറച്ച് ഓഫീസിൽ പോകാനൊക്കെ ലേറ്റായി. അങ്ങനെ ലഞ്ച് റെഡിയായി മക്കളെ. ബൈ.